എന്താണ് സയൻസ്? വാട്ട് ഈസ് സയൻസ്? ഇത് സയൻസിൻ്റെ ഗ്രന്ഥങ്ങളിൽ, ആധികാരിക ഗ്രന്ഥങ്ങളിൽ സയൻസ് എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് ഒരു പോയിന്റിലാണ്. അതിൽ ഒന്ന് രണ്ട് നിർവചനം ഞാൻ പറഞ്ഞു തരാം. സാധാരണ കാണാറുള്ള സയൻസിൻ്റെ ഗ്രന്ഥങ്ങളിലും മറ്റും കാണാറുള്ള, സയൻസ് ഡിക്ഷണറികളിൽ തന്നെ കാണാറുള്ളതാണ്. സയൻസ് ഈസ് ദി ഇന്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി encompassing the systematic study of the structure and behavior of the physical and natural world through observation and experiment. എന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ യുക്തിഭദ്രമായും പ്രാക്ടിക്കലായും വ്യവസ്ഥാപിതമായ പഠനത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ട്രക്ചറും, ഈ പ്രപഞ്ചം അതല്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും പഠനവുമാണ് എന്ത് യഥാർത്ഥത്തിൽ സയൻസ്. അതുകൊണ്ടാണ് സിമ്പിളായിട്ട് അവർ പറയാറുണ്ട്, സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി നേച്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് നാച്ചുറൽ തിങ്സ് ആൻഡ് ദ നോളജ് ദാറ്റ് വി ഒബ്റ്റെയിൻ ബൈ ഒബ്സർവിങ് ദം. സയൻസ് എന്ന് പറഞ്ഞാൽ നേച്ചറിനെ കുറിച്ചും നേച്ചറിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. ആ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവ് മാത്രമാണെന്ത്? സയൻസ്. അപ്പോൾ ഈ ലോകത്ത് കാണപ്പെടുന്ന വസ്തുക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് മഴയുണ്ടാകുന്നു, എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു പുതിയ ജീവി ഇവിടെ ഉണ്ടാകുന്നത്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള പഠനവും ആ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവും മാത്രമാണ് സയൻസ്. ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ എങ്ങനെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പ്രധാനമായിട്ടും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ആകാശത്തു നിന്ന് ആരെങ്കിലും ബക്കറ്റ് കുരു ഒഴിക്കുന്നതാണോ? അല്ല. അത് സൂര്യൻ്റെ താപത്തിൽ സമുദ്രത്തിലെയും മറ്റുമൊക്കെ ജലങ്ങളിങ്ങനെ ബാഷ്പീകൃതമായി ആകാശത്തേക്ക് പോവുകയും അവിടെ നിന്നത് തണുത്ത് മഴയായി പെയ്യുകയുമാണ് ചെയ്യുന്നത് എന്ന അറിവ് നമുക്കിന്ന് കിട്ടി. ഈ അറിവുകളൊക്കെ കിട്ടാൻ കാരണം എങ്ങനെ എന്ന ചോദ്യത്തിനാണ് സയൻസ് ഉത്തരം നൽകുക എന്നുള്ളത് കൊണ്ടാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, മറിച്ച് പദാർത്ഥം എങ്ങനെ പെരുമാറുന്നു, ഈ പഠനം മാത്രമേ സയൻസിനുള്ളൂ. ഇവിടെയുള്ള നിലവിലുള്ളത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അന്വേഷണം മാത്രമാണ്. ആ അന്വേഷണം എല്ലാം വിജയിക്കണമെന്നില്ല, പക്ഷെ ആ ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ, എങ്ങനെ എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ സയൻസിൻ്റെ പരിധിയിൽ വരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ എന്തു വേണ്ടിയിരുന്നു? ഇപ്പോൾ ഉദാഹരണത്തിന് ഐസക് ന്യൂട്ടൻ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ തിയറി കണ്ടുപിടിച്ചു. അതിനൊരു കഥ പറയാറുണ്ട്. അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ ഒരാപ്പിൾ തലയിലേക്ക് വീണു. ആ കഥ ശരിയായിരിക്കാം, ഇല്ലാതിരിക്കാം, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വേറെ നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളതൊന്നും പറയുന്നില്ല. ഇനി ആ കഥ ശരിയാണെങ്കിൽ തന്നെ അതിൽ പറയുന്നത് ഈ പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നതും മറ്റുമൊക്കെ, അതേപോലെ തന്നെ അത് കേവലം ഒരു ആപ്പിളിൻ്റെ വിഷയം മാത്രമല്ല, ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്ര ലോകങ്ങളുമൊക്കെ നിർണിതമായ അതിൻ്റെ ഭ്രമണപഥത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു, അതിനെ സഹായിക്കുന്ന ഫോഴ്സാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഈ ഫോഴ്സ്. അപ്പോൾ സയൻസ് ഇത് കണ്ടുപിടിച്ചതുകൊണ്ട് ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് സാധാരണ അവർ പറയാറുള്ളത്. അങ്ങനെയായിരുന്നെങ്കിൽ എന്താണ് വേണ്ടിയിരുന്നത്? ഐസക് ന്യൂട്ടൻ ഈ ഗ്രാവിറ്റേഷൻ തിയറി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മേലെ നിന്നൊരാപ്പിൾ താഴോട്ടിട്ടാൽ അത് ഭൂമിയിലേക്ക് വരാതെ മേലോട്ട് പോണ്ടിയിരുന്നു. ഇവരുടെ വാദപ്രകാരം സയൻസിൻ്റെ ഒരു ശക്തി കൊണ്ടാണിത് സംഭവിക്കുന്നതെങ്കിൽ ഇത് ഐസക് ന്യൂട്ടൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആപ്പിളൊക്കെ ആകാശത്തേക്കാണോ പോയത്? അല്ല, അത് അപ്പോഴും ഭൂമിയിലേക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ ആർക്കിമിഡീസിൻ്റെ തത്വപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എന്തുകൊണ്ട് കപ്പൽ കടലിൽ മുങ്ങാതെ സഞ്ചരിക്കുന്നു. ബിഫോർ ക്രിസ്തുവിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന വലിയ ഒരു ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. അദ്ദേഹത്തിൻ്റെ പ്ലവന തത്വം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിന് ലോ ഓഫ് ആർക്കിമിഡീസ് എന്നും തിയറി ഓഫ് ആർക്കിമിഡീസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തത്വം അയാൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പൊക്കെ കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാം, നൂഹ് നബീൻ്റെ കാലത്തെ കപ്പലുണ്ട് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അന്നും കപ്പൽ വെള്ളത്തിൻ്റെ മേലെ കൂടി തന്നെയാണ് സഞ്ചരിച്ചത്. പക്ഷെ അതെന്തുകൊണ്ട് മുങ്ങിപ്പോവാതിരിക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്.
അതല്ലാതെ അതിനു മുമ്പും അത് അങ്ങനെ തന്നെയാണ്, അതിന് ശേഷവും ഇനി അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന പഠനം എന്നതിനപ്പുറത്തേക്ക് അത് ഒന്നുമല്ല. എന്നാൽ ഇതേ സയൻസ് വെച്ചിട്ടാണ് ഇന്ന് ആളുകൾ ദൈവമില്ല, പ്രപഞ്ചത്തിന് ഒരു തുടക്കക്കാരൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ പിന്നിലൊന്നും കൺട്രോൾ ചെയ്യുന്ന ഒരാളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അവർ പറയുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലൊരാളില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ചായ വെക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു കുട്ടി കണ്ടുപിടിച്ചു, കുട്ടിക്ക് എന്നും ടേബിളിൽ ചായ വരുന്നുണ്ട്. അങ്ങനെ അവസാനം കുട്ടി അടുക്കളയിൽ പോയിട്ട് എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇങ്ങനെ തിളയുന്ന സമയത്ത് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഈ ചായ ഉണ്ടാക്കുന്നത് എന്ന് കുട്ടിക്ക് മനസ്സിലായി. ഇനി ആ കുട്ടി പറയാണ് ചായ തന്നെ ഉണ്ടാവുന്നതാണ്, കാരണം ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണ് ചായ ഉണ്ടാവുന്നത് എന്ന്. അതൊരു പാത്രത്തിൽ വെള്ളം വരും, അവിടെ അടിയിൽ ഓക്സിജനും ഏതെങ്കിലും ഒരു ഫ്യൂലുമായിട്ട് പ്രവർത്തിച്ച് തീ ഉണ്ടാവും. ആ തീ വെള്ളത്തെ ചൂടാക്കും, തിളയ്ക്കുന്ന സമയത്ത് ചായപ്പൊടിയും പഞ്ചസാരയും വീഴുന്ന സമയത്ത് ചായ ഉണ്ടാവും എന്ന് ഈ കുട്ടിക്ക് മനസ്സിലായി. എന്നിട്ട് ഈ കുട്ടി പറയാണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഈ ചായ ഒരാൾ ഉണ്ടാക്കുന്നതല്ല. ഈ ലോജിക്കാണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കം ബിഗ് ബാങ് തിയറിയോട് സാദൃശ്യപ്പെട്ടു എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയ സമയത്ത് ആളുകൾ പറയുന്നത്. എങ്ങനെയാണിത് തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇതിനൊരു തുടക്കക്കാരനില്ല എന്ന്. ശാസ്ത്രത്തിൻ്റെ മേഖല എന്താണ്? അത് പിന്നെ ഓരോ കാര്യങ്ങളുടെ മെക്കാനിസത്തെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പോൾ ഒരു കത്തി, ആ കത്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ശാസ്ത്രത്തിന്, അല്ലെങ്കിൽ അത് എന്ത് മെറ്റീരിയൽസ് വെച്ചിട്ടൊരു കത്തി ഉണ്ടാക്കാം എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയും. എന്നാൽ മതം എന്ന് പറയുന്നത്, മതത്തിൻ്റെ മേഖല എന്നുള്ളത് ആ കത്തി ഉപയോഗിച്ചിട്ട് ഒരാളെ പള്ളക്ക് കത്തി കുത്തി കയറ്റണോ എന്നുള്ളത്, അല്ലെങ്കിൽ ആ അതേ കത്തി ഉപയോഗിച്ച് ഒരു പച്ചക്കറി അരിഞ്ഞ് അത് ഭക്ഷണമായി നമുക്ക് കഴിക്കണോ എന്നുള്ളതാണ് മതം പറയുന്നത്. അഥവാ മൊറാലിറ്റിയെക്കുറിച്ച്, വാല്യൂസിനെക്കുറിച്ച്, വിർച്യൂസിനെക്കുറിച്ച്, വിസ്ഡത്തെക്കുറിച്ചാണ് മതം സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. അത് ശാസ്ത്രത്തിൻ്റെ പരിമിതിയാണ്, ശാസ്ത്രത്തിൻ്റെ മേഖല അതല്ല എന്നുള്ളത് കൊണ്ടാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സയൻസ് എന്ന് പറയുന്നത് ദൈവമുണ്ടോ എന്ന് തെളിയിക്കാനുള്ള ഒരു മാനദണ്ഡമേ അല്ല. സയൻസ് എന്ന് പറയുന്നത് ചില പെർട്ടിക്കുലർ വിഷയങ്ങൾക്ക് മാത്രമാണ്, മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാൽ, യേശുദാസ് ആണോ അല്ലെങ്കിൽ MG ശ്രീകുമാറാണോ ഏറ്റവും നല്ല പാട്ടുകാരൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ളതല്ല സയൻസ്. ഒരിക്കലും സയൻസ് വെച്ചത് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അത്തരം സബ്ജക്റ്റീവായ വിഷയങ്ങൾക്ക് ഉത്തരം പറയാനുള്ളതല്ല സയൻസ്. സയൻസ് എന്നുള്ളത് മെറ്റീരിയൽ ബേസ്ഡ് ആയ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അവിടെയാണ് മതം ഇടപെടുന്നത്. അവിടേക്ക് സയൻസിന് എത്തിപ്പെടാൻ കഴിയില്ല, അവിടേക്ക് സയൻസിന് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു വസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിച്ചാൽ, അത് നിർമ്മിക്കുന്ന ഒരു കമ്പനി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം യുക്തി ഉണ്ടാവും എന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് സയൻസിൻ്റെ മേഖല എങ്ങനെ എന്നതാണ്. അതിനെ അട്ടിമറിച്ച് എന്തുകൊണ്ട് എന്നാക്കി ഇവർ മാറ്റി. എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം സയൻസിലില്ല യഥാർത്ഥത്തിൽ. എന്തുകൊണ്ട് ഈ മഹാപ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി? ഇപ്പോൾ ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂര്യന് ചന്ദ്രനെയോ ചന്ദ്രന് സൂര്യനെയോ മറികടക്കാൻ കഴിയില്ല, രാവിന് പകലിനെ മറികടക്കാൻ കഴിയില്ല. അത് നിർണിതമായ ഒരു ഭ്രമണപഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആൻ പറയുന്നത് 36-ാം അധ്യായത്തിൽ, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപിയും അഗാധജ്ഞനുമായ ഒരു സ്രഷ്ടാവിൻ്റെ സംവിധാനമാണതെന്നാണ്. നമുക്ക് പറയാൻ പറ്റും സൂര്യൻ്റെ ചലനം എങ്ങനെയാണ്, ചന്ദ്രൻ്റെ ചലനം എങ്ങനെയാണ്, രാവും പകലും മാറുന്നത് എന്ന കാരണം കൊണ്ടാണ്. പക്ഷേ ഈ സംവിധാനത്തെ ആര് സംവിധാനിച്ചു? അതാണ് മതം ഇടപെടുന്നത്. സയൻസ് ഇടപെടുന്നത് വേറൊരു മേഖലയാണ്. പക്ഷേ ഇവർ അട്ടിമറി നടത്തിയിട്ട് സാധാരണക്കാരെ കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, 2 തരം അറിവാണ് മനുഷ്യന് പ്രാപ്യമായിട്ടുള്ളത്. ഒന്ന് അവൻ്റെ അന്വേഷണങ്ങളിലൂടെ എത്തിച്ചേരുന്ന അറിവ്, അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ദിവ്യ വെളിപാടിലൂടെ മനുഷ്യന് നൽകപ്പെടുന്ന അറിവ്. എന്തിനാണ് അപ്പോൾ ദിവ്യ വെളിപാടിലൂടെ, വഹിയിലൂടെ, വേദങ്ങളിലൂടെ മനുഷ്യന് അറിവ് നൽകപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, സയൻസിന് എത്തിപ്പെടാൻ കഴിയാത്ത കുറേ മേഖലകളുണ്ട്. ആ മേഖലയിൽ സയൻസിൽ, അതായത് മനുഷ്യൻ്റെ അന്വേഷണങ്ങളിലൂടെ ഉത്തരം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് വേദങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണം, മരണം പരമാവധി സയൻസിന് പറയാൻ കഴിയുക മരണത്തെക്കുറിച്ചാണ്. മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് സ്റ്റക്ക് ആവുകയാണ്, ബ്രെയിൻ സ്റ്റക്ക് ആവുകയാണ് എന്ന് പറയാൻ കഴിയും. നമ്മുടെ ശരീരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയാണ് എന്ന് പറയാൻ കഴിയും. എന്നാൽ മരണത്തിൻ്റെ ശേഷം എന്താണ് എന്ന് പറയാൻ സയൻസിന് കഴിയില്ല, കാരണം അത് ഔട്ട് ഓഫ് ദ മെറ്റീരിയൽ വേൾഡ് ആണ്. അപ്പം മരണത്തിന് ശേഷം എന്താണ് എന്ന് പറഞ്ഞു തരാൻ വേദത്തിൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരാൻ സയൻസിന് കഴിയില്ല, കാരണം ധാർമ്മികതയുടെ അടിസ്ഥാനത്തെ നമുക്ക് സയൻസായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ സയൻസിന് കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു
നിലപാടറിയിക്കാൻ, ഒരു തീരുമാനം പറഞ്ഞു തരാൻ ദൈവിക ഇടപെടൽ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് വേദങ്ങൾ ഉണ്ടായതും ആ വേദങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വന്നിട്ടുള്ളതും. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് കേട്ടാൽ വിചാരിക്കും സയൻസ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു സംഭവം വന്നിട്ട് ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റമൊക്കെ ഇനി സയൻസ് മാറ്റിയിട്ട് ഒരു പുതിയ ഒരു വേൾഡിൻ്റെ ഒരു സിസ്റ്റം സയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ധാർമ്മികതയുടെ ആവശ്യമൊന്നുമില്ല എന്ന് സയൻസ് വന്ന് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സയൻസിനെ ഒരു മൂർത്ത ഭാവമാക്കി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അസ്തിത്വമാക്കിയിട്ട് ദൈവത്തിന് പകരമുള്ള ഒരു അസ്തിത്വം എന്നുള്ള നിലക്കാണ് ഇവർ സയൻസിനെ കുറിച്ച് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. സയൻസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് സ്റ്റഡി ഹൗ ദ മാറ്റർ ബിഹേവ്സ്. അതുകൊണ്ട് തന്നെ സയൻസ് എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. സയൻസിൻ്റെ പരിധി ദൈവമുണ്ടോ ഇല്ലേ അതൊന്നും സയൻസിൻ്റെ ചർച്ചയേ അല്ല. സയൻസിൻ്റെ ചർച്ചയിൽ അത് വരുന്നേയില്ല. പക്ഷേ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് വലിയ ഒരു അട്ടിമറി നടത്തിക്കൊണ്ടാണ് യുക്തിവാദികൾ സയൻസിനെ പിടിച്ചിട്ട് ദൈവമില്ല, മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ സയൻസിൻ്റെ വിഷയത്തിൽ ഒന്ന് അജ്ഞതയാണ്. ഇനി അറിഞ്ഞവർ തന്നെ അതിനെന്ത് ചെയ്താണ്, ഒരു വലിയ അട്ടിമറി നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അട്ടിമറി എന്ന് പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞ ഒരു വേർഡ് തന്നെയാണത്. അതായത് അട്ടിമറി എന്ന് ചോദിച്ചാൽ നമുക്ക് സയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു സയൻസ് എന്ന് പറഞ്ഞാൽ ഹൗ ദ മാറ്റർ ബിഹേവ്സ്, എങ്ങനെയാണ് പദാർത്ഥം പ്രവർത്തിക്കുന്നത്. സയൻസിൻ്റെ ചോദ്യമെല്ലാം എങ്ങനെ എന്നതിൻ്റെ പരിധിയിലേ വരുന്നുള്ളൂ, എന്തുകൊണ്ട് എന്നത് വരുന്നില്ല. ഉദാഹരണത്തിന് സൂര്യൻ നിശ്ചിതമായ സമയത്ത് ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു എന്നവർക്ക് പറയാം. പക്ഷേ എന്തുകൊണ്ട് എന്ന് പറയാൻ സയൻസിന് കഴിയില്ല. ആരാണ് ഈ രാവും പകലും മാറി വരുന്ന സംവിധാനം ഉണ്ടാക്കിയത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വേണം? അത് സയൻസിൻ്റെ പരിധിയിൽ വരുന്ന ചോദ്യമേ അല്ല. ഇപ്പം സന്താനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു നമുക്ക് പറയാൻ പറ്റും. ഒരു പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടി ചേർന്നാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. അത് ഹൗ, എങ്ങനെ ഉണ്ടാകുന്നു. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം? ഇവിടെ ജോഡികളായി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടണമെന്ന് ആർക്കായിരുന്നു നിർബന്ധം? ഇവിടെ ആണും പെണ്ണും ഉണ്ടാകണം, സന്താനങ്ങൾ നിലനിർത്തപ്പെടണം എന്നൊക്കെ ആർക്കാണ് നിർബന്ധം? അതിന് സയൻസിനൊന്നും പറയാനില്ല. എന്തുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളം എന്താണ്? H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ആ ഘടനയെ ആര് സംവിധാനിച്ചു? അതിൽ മാറ്റമില്ലാത്ത ആ ഘടന എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി? അത് സയൻസിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രത്തിൻ്റെ പരിധി എന്താണ്, പരിമിതി എന്താണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതുവരെ പോകാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ശാസ്ത്രം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഏറ്റവും നല്ലൊരു ടൂളാണ്. നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ല ടൂളാണ് ശാസ്ത്രം. പക്ഷേ ശാസ്ത്രം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രസക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إني نهيت أن أعبد الذين تدعون من دون الله لما جاءني البينات من ربي وأمرت أن أسلم لرب العالمين. هو الذي خلقكم من تراب ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون. هو الذي يحيي ويميت
فإذا قضى أمرا فإنما يقول له كن فيكون. ألم تر إلى الذين يجادلون في آيات الله أنى يصرفون الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون إذ الأغلال في أعناقهم والسلاسل يسحبون في الحميم ثم في النار يسجرون ثم قيل لهم أين ما كنتم تشركون من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا كذلك يضل الله الكافرين ذلكم بما كنتم تفرحون في الأرض بغير الحق وبما كنتم تمرحون ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين فاصبر إن وعد الله حق فإما نرينك بعض الذي نعدهم أو نتوفينك فإلينا يرجعون ولقد أرسلنا رسلا من قبلك منهم من قصصنا عليك ومنهم من لم نقصص عليك وما كان لرسول أن يأتي بآية إلا بإذن الله فإذا جاء أمر الله قضي بالحق وخسر هنالك المبطلون الله الذي جعل لكم الأنعام لتركبوا منها ومنها تأكلون ولكم فيها منافع ولتبلغوا عليها حاجة في صدوركم وعليها وعلى الفلك تحملون ويريكم آياته فأي آيات الله تنكرون أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أكثر منهم وأشد قوة وآثارا في الأرض فما أغنى عنهم
يكسبون فلما جاءتهم رسلهم بالبينات فرحوا بما عندهم من العلم وحاق بهم ما كانوا به يستهزئون فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين فلم يك ينفعهم إيمانهم لما رأوا بأسنا سنة الله التي قد خلت في عباده وخسر هنالك الكافرون.